നിങ്ങൾ കുടിച്ചു തീർത്ത പൈസ ഉണ്ടെങ്കിലേ ഈ വീടിന്റെ മുമ്പിൽ ഒരു ബെൻസുകാർ വാങ്ങിയിടുന്നു. ഈ കുടിക്കോ? ഇല്ലല്ല. തന്റെ മനസ്സോടെ ഈ ആദ്യം വല്ല ബാക്കിയുണ്ടോ നോക്ക്. നിങ്ങളോട് ആരാ പറഞ്ഞ കോൺട്രാക്ടറുടെ ചന്തിക്കിട്ട് കുത്താന്? നമ്മൾ കോഴിക്കോട്ടുകാരുണ്ട്. ഇതേ എന്നെ കൊടുത്ത് പറയിക്കരുത്. എന്നിട്ട് ആടുന്ന് വിളിച്ചറിഞ്ഞ് ഞാനാണ് കൊട്ടേഷൻ തന്നേന്ന്. ആ ഏച്ചി പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞല്ലേ ഉള്ളൂ. ഓ ഏത് എട്ടങ്ങാറ് പിടിച്ചോ നേരത്തെ പഠിച്ചോനെ ജളപ്പര ഇറങ്ങി പോരാൻ തോന്നിയത്. അല്ലെന്ന് ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെ ഗുണ്ടായത്? എന്റെ ഉമ്മയ്ക്ക് സിസേറിയൻ ആയിരുന്നല്ലോ. സിസേറിയനും ഗുണ്ടയും തമ്മിൽ എന്താ ബന്ധം? കണ്ണു തുറന്നപ്പോ തന്നെ കണ്ട കത്തിയ. അപ്പൊ കത്തി ഞാനോട്ട് പ്രേമം പറ്റില്ലേ? കത്തിക്കാണ് ഈ ചന്തിയോട് പ്രേമം. ആ ഷാജി, ആ വക്കീലേ വാ, എന്റെ ഉടുപ്പെടുത്തേക്ക് വാ, കേറി. പോരാ. കൊച്ചിൻ കോർപ്പറേഷൻ ഇലക്ഷൻ വരാൻ പോവുകയാണ്. കൊച്ചിയിലെ ഒരു പ്രാദേശിക നേതാവാണ് കക്ഷി, സഖാവ് ഡൊമിനിക്. സലാം സഖാക്കളെ, സലാം സഖാക്കളെ, സമരവീര ധീരരെ, സമരവീര ധീരരെ, സലാം 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 സഖാക്കളെ, സലാം 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 സഖാക്കളെ. നോക്കില്ലേ? ആ സഖാബ് ഡൊമിനിക്കാണ് മേയർ സ്ഥാനാർത്ഥി. സജീവ രാഷ്ട്രീയത്തിൽ നിന്നും ഇയാളെ കുറച്ച് ദിവസത്തേക്ക് മാറ്റിയെടുത്തണം. കൂടെയുള്ള ഒരാൾക്ക് കയറി വരാനാ. ഇത് ഫോണ് പറയാൻ പറ്റില്ല, അതുകൊണ്ട് നേരിട്ട് വന്നത്. സമയവും കുറവാണ്. ഇന്നെങ്കിൽ ഇന്ന്, നാളെയെങ്കിൽ നാളെ, പെട്ടെന്ന് വേണം. അപ്പൊ കൊട്ടേഷനാണ്. എത്രയാ മഹർ? 5 ലക്ഷം. ഞാൻ നാളെ കൊച്ചിയിലെത്തിയിട്ട് വക്കീലിനെ വിളിക്കാം. Sir, now straight to Kochi, isn't it? What? അല്ല, നേരെ കൊച്ചിയിലേക്കല്ലേ? Now come Trivandrum. Oh, Trivandrum എത്തിയല്ലേ? Yes, of course. Hey guys, hey, wake up. We have reached Trivandrum. Shall we stay or what? Yeah, why not? Yeah. Okay. Let me call up the hotel. Carry on. Shaji. Yes, sir. Tomorrow after lunch, we'll go to Kochi. Congratulations. Huh? I'm feeling so tired. Hi, good morning. Good morning. I made a booking. Yes, let me check. Which is the room number? Room number 301. Thank you so much. ഈ ഖവാലി ഗസലോക്ക് ഹോട്ടൽ ഉണ്ടോ? ഇന്ന് ഈവനിംഗ് ഉണ്ട് സർ. Okay, thank you. You are welcome. ഇവളുമാർക്ക് ഇതൊന്നും വേണ്ടേ? അവളെക്കാളും വലിയ ബാഗ്. Hey, have you heard Qawwali? It's an awesome experience, man. മാഡം, ബാഗ് വണ്ടിയിൽ വെച്ച് മറന്നു. ഇവളെന്ന് തോന്നുന്നു അവാർഡ് പടത്തിൽ അഭിനയിക്കുന്ന. ഷാജേട്ടാ, നിങ്ങൾ എത്തി? ഞാനേ ഇപ്പൊ ട്രിവാൻഡ്രം എത്തി. ഇവിടെ കോവളത്തൊരു ഹോട്ടലില്ല. അതുകൊട്ടെ നീ ചെറുക്കന്റെ സ്കൂളിൽ പോയാ? ഓ പോയി. എന്നിട്ടെന്താ? നിങ്ങൾ ഇവിടെ അല്ല, ഓട്ടം പോയതാണ്. ഓട്ടം പോയി വന്നിട്ട് കണ്ടോളൂ എന്നൊക്കെ ഞാൻ ഹെഡ്മാഷിനോട് പറഞ്ഞ്. അല്ല, നിങ്ങൾക്ക് ഇപ്പൊ എന്താ അവിടെ പരിപാടി? ഇവിടെ കപ്പലിലെ ജോലിയുള്ള 2 എഞ്ചിനീയർമാരും പിന്നെ അവന്റെയൊക്കെ ഭാര്യമാരും ഒക്കെ ആയിട്ട് കന്യാകുമാരിയിലെ കറങ്ങിട്ട് വന്നാ. ഇവിടെ എത്തിയപ്പോ അവന്മാർക്ക് പാട്ടോ കൂത്തോ ഒക്കെ കാണണമെന്ന്. ഇനിയിപ്പോ അവന്മാരെ കൊച്ചി കൊണ്ടുവന്നാക്കിട്ട് ഞാൻ വരാം. എന്നാ പിന്നെ ഞങ്ങൾ കൊച്ചി പോയിട്ട് വരി. വയ്ക്കല്ലേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ പറയേ? ഇതില് ഒരുത്തന്റെ ഭാര്യയെ ഞാൻ കേറിയപ്പോ തൊട്ട് നോക്കണം. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. വശപ്പശ ആണെന്നാണ് തോന്നണത് കേട്ടാ. ഇവിടെ ആള് USA ആണ്. അമേരിക്കക്കാരിയോ? അമേരിക്ക കൊറിയൊന്നുമല്ല,
USA എന്ന് പറഞ്ഞാൽ അൺസാറ്റിസ്ഫൈഡ് അക്കൺ. എങ്ങനെയുണ്ട്? ഇമ്മാതിരി വൃത്തിയായിട്ട് പെണ്ണുങ്ങളുമായിട്ടാണ് നിങ്ങൾ ടൂർ പോണേ? ഷാജിയേട്ടാ നിങ്ങൾ ഇങ്ങോട്ട് പോരി. ഇപ്പൊ പൊരയിലെത്തണം പറഞ്ഞാൽ ഇപ്പൊ പൊരയിലെത്തണം. ഞാൻ പറയുന്നൊന്ന് കേക്കടി. നിങ്ങൾ വണ്ടീന്റെ അടവടച്ചിരിക്കുന്നോ? ഇല്ലല്ലോ. അതിന്റെ ഇടയ്ക്കാണോ മറ്റേടത്തെ പെണ്ണുങ്ങളെ കൊണ്ട് കറങ്ങാൻ പോണേ? ഷാജിയേട്ടാ നിങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോന്നോളിട്ടോ. ഇപ്പൊ പൊരയിലെത്തണം പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ എത്തണം. വച്ചിട്ട് പോടി. കാടിപ്പണം കേട്ടോളൂ. ഓക്കെ, ഞാൻ റോൾ എത്തിയിട്ടാ. നിങ്ങൾ പറഞ്ഞ പാർട്ടി ഹൗസിന്റെ താഴെ ഉണ്ട്. ഷാജി, ഇനി ഒരാൾ വിളിക്കും. ആ, അയാളെല്ലാം പറയും. വെയിറ്റ് ചെയ്യും. ശരി, ഓക്കെ. എള്ളുള്ളേരി എള്ളുള്ളേരി മാടുനഗരി നിരശപ്പെട്ട കൊണ്ടുകയ മാടുനഗരി. നീ പോയി ഒരാറ് ലിറ്റർ എടുത്തുണ്ട് ആ പാലത്തിനടിയിലേക്കോ. ഞാൻ അവിടെ പോയിട്ട് ജീവിതത്തിൽ ഒരു ടെൻഷൻ. പ്രിയപ്പെട്ട ചേട്ടന്മാരെ, എന്റെ അമ്മ കിഡ്നി രണ്ടും തകർന്ന് വീട്ടിൽ കിടക്കുകയാണ്. എന്റെ അച്ഛൻ വെള്ളം എറിഞ്ഞ് അത്യാവശ്യ നിലയിൽ. അച്ഛനും അമ്മ അത്യാവശ്യം നിലയിൽ കിടക്കുമ്പോഴാണ് എള്ളുള്ളേരി തുള്ളി കളിക്കുന്നത്. ഒരു ഒറ്റ വട്ടാണ് അല്ലെ തേനീച്ച കൊടുക്കണം. ഇറങ്ങിയിരിക്കാം. ഇത് നോക്കി നിന്ന ബിവറേജ് പൊട്ടിപ്പോ. കുട്ടിട്ടുണ്ടാവില്ല ദൈവമേ. തള്ളല്ലേ വൈ. ഇടേ, ഞാൻ ഈ ATM-ന്റെ മുമ്പിൽ ക്യൂ കടി. നീ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കട്ടാ. ഓക്കെ, ശരി. ഭാര്യയാണ്. നല്ല തള്ള. തള്ളലെന്ന് ചക്കര ഇവിടെ ഇരിക്കട്ട. പെട്ടെന്ന് 2 മിനിറ്റ് ഉള്ളൂ. എന്നെ ചവിട്ടി ചവിട്ടിട്ട് ഷട്ടറിടാൻ പറ്റുള്ളൂ. ഇപ്പൊ പോയി കിടക്കണം. ഓ എടാ, നീ ഇത് എവിടെ പോയതാണ്? പിന്നെ ജലശതാബ്ദി വരാണ്ട് വരാൻ പറ്റുമോ? നീ ട്രെയിനിലാണോ പോയെ? ഇവിടെ ഗേറ്റ് ഒന്നാണ്ട് എന്നാലും സാധനം എടുക്കാൻ പറ്റുള്ളൂ. ഒന്ന് ചില്ലറ നോക്കിയതാണ്. നീ എന്താണ് പിച്ചുമ്പി പറഞ്ഞത്? നീ തടിച്ച? ഇല്ലെന്ന്. ഞാൻ ഈ സാധനം മേടിച്ചിട്ട് അവനെ വഴിക്ക് ചെറുതായിട്ടൊന്ന് പണി പാടി. ഹലോ ഹലോ അമ്മേ, നാളത്തെ കരിയില്ലെന്നാ. എന്ത് തോന്നിയ സമയം പറയണത്? അപ്പൊ അച്ഛൻ ഇന്നും പണിക്കോയില്ലേ? ഞാൻ പണിക്കോട്ട് തിന്നാന്ന് വിചാരിക്കണ്ടാരും. ആ അയ്യോ, എന്റെ കൊപ്പി എന്റെ കൊപ്പി മേളിൽ പോകല്ലോ. ഓ എടാ, നീ ഒരു ഭൂലോക റെയിൽവേ മണ്ടനായി പോയല്ലോടാ. ആനം കിട്ടിയില്ലേ? ഇത് പിടിച്ചേ. വെള്ളം ഇങ്ങട്. ചേട്ടാ, ചിക്കൻ ഫ്രൈ ഉണ്ടോ? ഉണ്ടല്ലോ. എടാ, ചിക്കൻ ഫ്രൈ ഉണ്ടോ? ഇന്ന് നോക്കിക്കോ, പോയിരിക്കും ഞാൻ. ചേട്ടാ, ചില്ലി ചിക്കൻ ഉണ്ടോ? ആ ഉണ്ട്. ബീഫ് ഫ്രൈയോ? ബീഫ് ഫ്രൈ ഉണ്ട്. ബീഫ് റോസ്റ്റോ? അതല്ലേ ഉള്ളു. എല്ലാം ഒരേ പ്ലേറ്റ് മേടിച്ചേക്കടാ, പാവല്ലേ. ചേട്ടാ, എന്നാ പിന്നെ ഇത് 3 ക്യാൻസൽ ചെയ്തിട്ട് ഒരു സിംഗിൾ ഓംലെറ്റ് മുളക് കൂട്ടി. ഹലോ ഹലോ, ഷാജി അല്ലേ? അല്ലേ? ഞാൻ വക്കീല് പറഞ്ഞിട്ട് വിളിക്കുക. ആ, നിങ്ങൾ പറയും. പാർട്ടി ഓഫീസിന്റെ മുന്നില് കുറച്ച് സഖാക്കളെ കണ്ടില്ലേ? ആ, അതില് കറുത്ത ഷർട്ട് ഇട്ട ആളാ കക്ഷി. കറുത്ത ഷർട്ട്. ആ, ഈ ആഴ്ച ധനാഗമന യോഗം, ഇഷ്ടഭക്ഷണ സമൃദ്ധി. ഇതൊക്കെ വാരഫലത്തിലേ ഉള്ളൂ, അനുഭവത്തിലില്ല. എടാ, ആൾക്കാർ ടെസ്റ്റ് ട്യൂബില് പിള്ളേരുണ്ടാക്കി തുടങ്ങി. നീ പഴഞ്ചൻ വാരഫലം നോക്കിക്കൊണ്ടിരുന്നു. അതെ, നീ കല്യാണം കഴിഞ്ഞ ടെസ്റ്റ് ട്യൂബാണ് ഉപയോഗിക്കാൻ പോണത്. ആ പഴഞ്ചന്റെ രീതി തന്നെയല്ലേ? ഒരു കാര്യം പറഞ്ഞു വന്നേക്കുന്നു. നീ ഒരെണ്ണം ഒഴിച്ച് ഒഴി. നമുക്കൊരു ചിക്കൻ ഫ്രൈ പറഞ്ഞാലോ? പറയും ചേട്ടാ, ഒരു ചിക്കൻ ഫ്രൈ എടുത്തു. എടുക്കാം ചേട്ടാ, നന്നായിട്ട് വരുന്നോട്ടാ. എനിക്ക് നല്ലോണം മുരിക്കണം. ആരെങ്കിലും വേണ്ട.
ഇന്നത്തെ പണി കൊള്ളായിരുന്നല്ലടാ. ഇന്നത്തെ പണിയൊക്കെ കൊള്ളാം, പക്ഷെ നീ ഇപ്പൊ കഴിച്ചത് ഉള്ളപ്പണിയായിപ്പോയി. എടാ നീ അത് മാത്രം അടിച്ചോണ്ടിരിക്കാണ്ടും എന്തെങ്കിലും കഴിച്ചേ. കഴിക്കും. ഇതില് മുട്ട എവിടെ? ഇതില് മുളക് മാത്രമല്ലേ ഉള്ളു. എടാ കഴിക്കണത് വൈറ്റമിൻ എ ആണ്. ആ എരിവ് കഴിച്ച് എൻജോയ്. മുടിക്കൊക്കെ നല്ലതാണ്ടാ. കേട്ടോ. കഴിഞ്ഞ തവണ ഉണ്ടായ ക്ഷീണം നമുക്ക് ഇത്തവണ മാറ്റിയെടുക്കണം. അത് ശരിയാ. എല്ലാവരും സ്ക്വാഡുകളായി പിരിഞ്ഞ് വാർഡിന്റെ ഓരോ ഭാഗത്തും ശക്തമായ പ്രവർത്തനം നടത്തണം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നാളെ വൈകിട്ട് കമ്മിറ്റി കാണാം. സഖാവ് എന്റെ കൂടെ പോര്, ഞാൻ അങ്ങോട്ടാക്കാം. ശരി സഖാവേ. കേറട്ടെ. സഖാവേ ഞാനിവിടെ ഇറങ്ങിക്കോളാം. അപ്പൊ നാളെ കാണാം. ശരി. നിന്നോടാ ചോദിച്ചാ അയ്യോ ദേ അവിടെ ഒരു ആക്സിഡന്റ്. വണ്ടി ഒന്ന് നിർത്തിയേ. അയ്യോ ഇത് നമ്മുടെ ഡൊമിനിക് സഖാവല്ലേ? സഖാവേ എന്നെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. എന്തു പറ്റി സഖാവേ? ആരോ കുത്തി. ഏതവനാണോ പണി ചെയ്ത്? സഖാവ് ടെൻഷൻ ആവണ്ട, വേഗം ആശുപത്രി പോവാം. എന്താ ഇപ്പൊ ചെയ്യാവേ? എന്തു പറ്റി? ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. ഞാൻ നോക്കിട്ട് വരാം. ചേട്ടാ ഒന്ന് വേഗം വായേട്ടാ, പെട്ടെന്ന് വാ, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ചേട്ടാ പ്ലീസ് വേഗം ഒന്ന് സഹായിക്കും. ഒരു മിനിറ്റ്. സഖാവ് പേടിക്കണ്ട. ഒരാള് വണ്ടി ഇടിച്ച് കിടക്കുന്നത്, ഒരുപാട് രക്തം പോയിട്ടുണ്ട്. ഈ വണ്ടിയിൽ ഒന്ന് ആശുപത്രി കൊണ്ടുപോയി സാറേ. അത് വേണോ ഷാജി? തലവേദനയല്ലേ? ഇല്ല, അയാൾ ചത്തു സാറേ. What to do, man? Let him go. Okay. നമുക്ക് വേറെ വണ്ടി വിളിച്ച് പോവാല്ലേ? Yeah, sure. അയാളെ അവർ ഹോസ്പിറ്റലിൽ എത്തിക്കട്ടെ. Fine. ഷാജി, അക്വാറ്റിക് റിസോർട്ട് ഫോർട്ട് കൊച്ചി. ഞങ്ങൾ അവിടെ ഉണ്ടാവും. ലഗേജ് വണ്ടി തന്നെ ഇരുന്നോട്ടെ. ഓക്കെ. ടച്ചിങ്സ് ഒക്കെ തീർന്ന് നമുക്കൊരു ചിക്കൻ ഫ്രൈ പറഞ്ഞാലോ? താല്പര്യമില്ല ചേട്ടാ. ഒരു ഫുൾ ചിക്കൻ ഫ്രൈ നന്നായിട്ട് മൊരിച്ച് ഇപ്പൊ ശരിയാക്കി തരാം. എന്താടാ ഒരു മൈൻഡില്ലാത്ത? നാണല്ലോടാ നിനക്ക് കണ്ടോണ്ടിരിക്കും. എന്ത് നീ എപ്പോഴും അതെ, ഇതിലെ അമ്മായിയമ്മ പോരില്ല, നാത്തവും പോരില്ല, അടിപിടി അക്രമം വയലൻസ് ഒന്നുമില്ല, ജാതിയില്ല മതമില്ല. അറിയാമോ? പരസ്പരം സ്നേഹിക്കാനാണ് ഇവര് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിനാണ് നീ ബ്ലൂ ഫിലിം എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, ഇതിങ്ങനെ കണ്ടോണ്ടിരുന്ന അഡിക്റ്റ് ആയി പോട്ടാ.